ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വർഷം പൊതുവെ മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും കാലമാണ്. ബുധൻ ഭരണാധിപനായ ഈ നക്ഷത്രം കർക്കടക രാശിയിലാണ് വരുന്നത്. താങ്കൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 2026 വർഷഫലവും ഭാഗ്യോദയവും. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും 2026 ജൂൺ മാസത്തിനു ശേഷം വ്യാഴം ഗുരു കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ജന്മഗുരുവാണെങ്കിലും ദൃഷ്ടിഫലങ്ങൾ ഗുണകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ഭാഗ്യം തെളിയുന്ന സമയം 2026 പകുതിയോടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യശനി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾക്ക് വഴി തുറക്കും. ധനയോഗം. സാമ്പത്തികമായി ഈ വർഷം മിശ്രഫലമാണ് നൽകുന്നത്. ബുധന്റെ സ്വാധീനമുള്ളതിനാൽ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വർഷത്തിന്റെ 2ാം പകുതി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാധദോഷങ്ങൾ. ദോഷപരിഹാരം. ആയില്യം നക്ഷത്രക്കാർക്ക് സാധാരണയായി കണ്ടുവരുന്നതാണ് സർപ്പദോഷം അല്ലെങ്കിൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ. മനസ്സിലെ അനാവശ്യ ഭയവും ആകുലതകളുമാണ് പലപ്പോഴും വലിയ ബാധയായി അനുഭവപ്പെടാറുള്ളത്. രോഗദുരിതങ്ങൾ മാറാനും മാനസിക പ്രയാസങ്ങൾ കുറയ്ക്കാനും കൃത്യമായ നക്ഷത്രപൂജകളും വഴിപാടുകളും നടത്തുന്നത് നന്നായിരിക്കും. ഇഷ്ടദൈവം. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ നാഗരാജാവായതിനാൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ ബുധന്റെ ദേവനായ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണൻ ഭജിക്കുന്നത് ബുദ്ധിശക്തിക്കും വിജയത്തിനും സഹായിക്കും. സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ. താങ്കൾ കൊച്ചിയിലായതിനാൽ താഴെപ്പറയുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഉചിതമായിരിക്കും. 1. മണ്ണാറശാല നാഗരാജക്ഷേത്രം, ആയില്യം നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം. 2. വെട്ടിക്കാട്ട് ആദിത്യ നാഗരാജക്ഷേത്രം, കൊച്ചിക്കടുത്തുള്ള പ്രധാന നാഗാരാധനാ കേന്ദ്രം. 3. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ. 4. പതിവായി അടുത്തുള്ള സർപ്പക്കാവുകളിൽ വിളക്ക് തെളിയിക്കുന്നതും ഗുണകരമാണ്. ജപിക്കേണ്ട മന്ത്രങ്ങൾ. ദിവസവും കുളിച്ച് ശുദ്ധിയായി താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. 1. നാഗരാജസ്തോത്രം, സർപ്പദോഷ പരിഹാരത്തിന്. അനന്തം വാസുകിം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മനാം സായംകാലേ പഠേന്നിത്യം പ്രാതഃകാലേ വിശേഷതഃ തസ്യ വിഷഭയം നാസ്തി സർവത്ര വിജയീ ഭവേത്. 2. ബുധഗായത്രി, ബുദ്ധിമുട്ടുകൾ മാറാൻ. ഓം ഗജധ്വജായ വിദ്മഹേ ശുഗഹസ്തായ ധീമഹി തന്നോ ബുധ പ്രചോദയാത്. 3. വിഷ്ണു സഹസ്രനാമം. സാധിക്കുമെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് എല്ലാവിധ തടസ്സങ്ങളും നീങ്ങാൻ ഉത്തമമാണ്. ഈ വർഷം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ആയില്യം നക്ഷത്രക്കാർക്ക് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താം. കൂടുതൽ നക്ഷത്രഫലങ്ങൾക്കും ജ്യോതിഷ അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.